പാല് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരണമെങ്കിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യണം. അപ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഹോർമോൺ റിലീസ് ആവില്ല. അപ്പോൾ ചുറ്റും നിൽക്കുന്ന ഒരു പാലില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പാലുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരില്ല. വെൽക്കം ടു പീഡിയാട്രിക്സ്. എങ്ങനെയാണ് മുലയൂട്ടേണ്ടത്? എല്ലാവരും പറയും 6 മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താലാണ് രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ 4 പോയിന്റ് ഉറപ്പാക്കണം. 1, അമ്മ റിലാക്സ്ഡ് ആയിരിക്കണം. 2, അമ്മ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. അമ്മ ഫീഡ് ചെയ്യാനിരിക്കുമ്പോൾ ചാരി ബാക്ക് സപ്പോർട്ടോട് കൂടി വേണം ഇരിക്കാൻ. കൊച്ച് കാമായിരിക്കണം. കരഞ്ഞു കൂവിയിരിക്കുന്ന കൊച്ചിനെ ഫീഡ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. അമ്മ റിലാക്സ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരണമെങ്കിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യണം. അപ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഹോർമോൺ റിലീസ് ആവില്ല. അപ്പോൾ ചുറ്റും നിൽക്കുന്ന ഒരു പാലില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പാലുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരില്ല. അമ്മ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ലെങ്കിൽ പാലിന്റെ പ്രൊഡക്ഷൻ കുറയും. ബാക്ക് നല്ലോണം സപ്പോർട്ടഡ് അല്ലെങ്കിൽ ഇരുന്നും കിടന്നും ഒക്കെ കൊടുക്കാം. കിടന്ന് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉറങ്ങി പോകാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇരുന്ന് കൊടുക്കുകയാണെങ്കിൽ ചാരി ഇരിക്കണം. മുന്നോട്ട് ആഞ്ഞാഞ്ഞാഞ്ഞാഞ്ഞ് വരരുത്. ബാക്കിന് ഭയങ്കര സ്ട്രെയിൻ ആയി കഴിഞ്ഞാൽ ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. കരഞ്ഞു കൂവി നിൽക്കുന്ന കുഞ്ഞ് ഒരിക്കലും പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ കരഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ ക്ലൂല് നമ്മൾ ആക്ച്വലി ഫീഡ് ചെയ്ത് തുടങ്ങണം. പറ്റുന്നില്ല, കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തോളത്തിട്ട് തട്ടി കരച്ചിൽ മാറ്റിയതിന് ശേഷം കാമായതിനു ശേഷം വേണം നമ്മൾ ഫീഡ് ചെയ്ത് തുടങ്ങാൻ. ഇനി ശ്രദ്ധിക്കേണ്ടത് പൊസിഷൻ. പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും തമ്മിലുള്ള ആക്സസ് തമ്മിലുള്ള റിലേഷൻ ആണ്. അതിൽ 4 പോയിന്റ്സ് ഉണ്ട്. 1, കൊച്ചിന്റെ തലയും ബോഡിയും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. തലയും ബോഡിയും നല്ലോണം സപ്പോർട്ടഡ് ആയിരിക്കണം. കുഞ്ഞ് അമ്മയുടെ നേരെ തിരിഞ്ഞിരിക്കണം. കുഞ്ഞ് അമ്മയോട് ചേർന്നിരിക്കണം. 4 കേൾക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തോന്നും. തലയും ബോഡിയും ഒരേ ലൈനിലല്ലെങ്കിൽ, തല ഒരുപാട് മുകളിലേക്കോ ഒരുപാട് താഴേക്കോ വരുന്ന കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റില്ല. കുഞ്ഞിന് തനിയെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് രണ്ടും സപ്പോർട്ട് ചെയ്തിട്ട് വേണം പിടിക്കാൻ. തല മാത്രം സപ്പോർട്ട് ചെയ്ത് പോരാ, ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം. കുഞ്ഞിനെ നമ്മുടെ നേരെ ഫുള്ളായിട്ട് തിരിച്ച് ചേർത്ത് വെക്കണം. കുഞ്ഞിന്റെ ബോഡി നേരെ വെച്ചിട്ട് തല മാത്രം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് കുടിക്കുന്ന പോലെയും കൊച്ചിനെ പ്രോപ്പറായിട്ട് റിലാക്സ് ചെയ്ത് കുടിക്കാൻ പറ്റില്ല. കുഞ്ഞിന്റെ അമ്മയുടെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെങ്കിലും കുഞ്ഞിന് പ്രോപ്പറായിട്ട് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ചേർത്ത് വെച്ച് തിരിച്ചു വെച്ച് ഹെഡും ബോഡിയും സപ്പോർട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലൈനിലായിട്ടിരിക്കുന്ന രീതിയിൽ വേണം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 4 പോയിന്റ്സ് അറ്റാച്ച്മെന്റിൽ. അറ്റാച്ച്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിന്റെ വായും അമ്മയുടെ ബ്രസ്റ്റും തമ്മിലുള്ള റിലേഷൻ ആണ്. കുഞ്ഞിന്റെ താടി ബ്രസ്റ്റിൽ നല്ലോണം ടച്ച് ചെയ്തിരിക്കണം. കുഞ്ഞിന്റെ താഴത്തെ ചുണ്ട് മലർന്ന് തുറന്നിരിക്കണം. കുഞ്ഞ് പരമാവധി നിപ്പിളിന് ചുറ്റുമുള്ള ഭാഗം പരമാവധി കുഞ്ഞിന്റെ വായിലേക്ക് ഇറങ്ങിയിരിക്കണം. അമ്മയുടെ താഴത്തെ ഏരിയോള ആയിരിക്കണം കൂടുതലായിട്ട് വായിലേക്ക് പോകേണ്ടത്. അപ്പർ ഏരിയോള വളരെ കുറച്ച് കൂടുതൽ കണ്ടാലും കുഴപ്പമില്ല. ഓവർ ഏരിയോള പരമാവധി വായിലേക്ക് ഇരിക്കണം. ഇതിന് ഇമ്പോർട്ടൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാല് വരുന്ന ഡക്റ്റുകൾ മാത്രമേ നിപ്പിളിലുള്ളൂ. അത് സ്റ്റോർ ചെയ്യുന്ന സൈനസുകളൊക്കെ ഉള്ളത് ഏരിയോളയുടെ ബാക്കിലാണ്. അപ്പോൾ അവിടെ പ്രഷർ അപ്ലൈ ചെയ്താലാണ് പാല് പുറത്തേക്ക് വരിക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിപ്പിളല്ല, ചുറ്റുമുള്ള ഭാഗമാണ് കൊച്ച് സക്ക് ചെയ്യേണ്ടത്. ഇനി എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് ഫീഡ് ചെയ്യേണ്ടത്? ഡിമാൻഡ് ഫീഡിംഗ് എന്നാണ് പറയുന്നത്. അതായത് കുഞ്ഞ് എപ്പോഴൊക്കെ ചോദിക്കുന്നു അപ്പോഴൊക്കെ കൊടുക്കാം. ഇനീഷ്യൽ ഡേയ്സിൽ പകൽ അവർ കുറച്ച് കൂടുതൽ സമയം കിടന്നുറങ്ങും. പക്ഷെ അതൊക്കെ രാത്രി കോമ്പൻസേറ്റ് ചെയ്യും. ചിലപ്പോൾ ഓരോ മണിക്കൂർ കൂടുമ്പോഴൊക്കെ അവർ ചോദിച്ചെന്ന് വരും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. സാധാരണഗതിയിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ 2 ഫീഡുകളുടെ ഇടയിൽ 2 to 3 hours ഗ്യാപ്പ് കിട്ടും. വിശപ്പിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഫീഡ് ചെയ്ത് തുടങ്ങുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നു, കൈ ചപ്പുന്നു, തുണി ചപ്പുന്നു ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഫീഡ് ചെയ്യാനുള്ള ഇത് തുടങ്ങണം. കരഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ കരച്ചിൽ മാറ്റിയിട്ട് വേണം ഫീഡ് ചെയ്യാൻ. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സിൽ 10-12 പ്രാവശ്യമൊക്കെ അരമണിക്കൂറൊക്കെ ചിലപ്പോൾ അവർ ഫീഡ് ചെയ്തെന്ന് വരും. അതിൽ കൂടുതലായിട്ട് പകല് കിടന്നുറങ്ങി രാത്രിയായിരിക്കും അവർ ഫീഡ് ചെയ്യുന്നത്. കാരണം ഈ ലാക്ടേറ്റിംഗ് ഹോർമോൺസ് ഒക്കെ ഓക്സിറ്റോസിൻ, പ്രൊലാക്റ്റിന്റെ ഒക്കെ സെക്രീഷൻസ് രാത്രിയാണ് കൂടുതൽ. അതുകൊണ്ട് അവർക്ക് രാത്രി ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പാല് കിട്ടും. അതായിരിക്കും അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പകൽ കുറച്ചധികം ഗ്യാപ്പ് എടുക്കുകയും രാത്രി തീരെ ഗ്യാപ്പ് തരാതിരിക്കുകയും ചെയ്യും. ഓവറോൾ 10 to 12 ഫീഡ്സ് ഓരോ പ്രാവശ്യവും അരമണിക്കൂറൊക്കെ ചിലപ്പോൾ ഫീഡ് ചെയ്ത് വരും. പതുക്കെ അവർ ഫീഡ് ചെയ്യാൻ പഠിക്കുന്നതിനനുസരിച്ച് ഡ്യൂറേഷൻ കുറയും. ഓരോ ഫീഡും 5-10 മിനിറ്റിനുള്ള അവരുടെ വയററിയാൻ തുടങ്ങും. ഇടയിലുള്ള ഗ്യാപ്പ് കൂടി വരും. അപ്പോൾ ഈ 10 to 12 ഫീഡ്സിനുള്ള 6 to 8 ഫീഡ്സ് ഒക്കെ ആയിട്ട് കുറയും. അങ്ങനെയാണ് ഒരു പാറ്റേൺ പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി ഒരുപാട് നേരം കുടിക്കുന്നത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള ഗ്യാപ്പ് തരും. ഒരു പ്രാവശ്യം ഫീഡ് ചെയ്യുമ്പോൾ ഒരേ സൈഡിൽ നിന്ന് മാത്രം ഫീഡ് ചെയ്യുക. കാരണം ഒരു സൈഡിൽ നിന്ന് പാല് വരുമ്പോൾ ആദ്യം വരുന്നത് 4 മിൽക്ക്, പിന്നെ വരുന്നത് ഹൈൻ മിൽക്ക്. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സിൽ ആദ്യത്തെ 5-10 മിനിറ്റ് വരുന്നത് 4 മിൽക്ക് ആയിരിക്കും. അത് അവർ ദാഹത്തിന് വേണ്ടി കുടിക്കുന്നതാണ്. അത് ഭയങ്കരമായിട്ട് വലിച്ചു കുടിച്ച് ദാഹം മാറ്റാൻ വേണ്ടി കുടിക്കുന്നതാണ്. പിന്നത്തെ ഒരു 10 മിനിറ്റ് ഹൈൻ മിൽക്ക് വരുന്നത് അവർ വളരെ ആസ്വദിച്ച് സമാധാനത്തിലായിരിക്കും കുടിക്കുന്നത്. വിശപ്പ് മാറാൻ വേണ്ടി കുടിക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി വയറ്റിലേക്ക് എത്തണമെങ്കിൽ 20 മിനിറ്റ്സ് ഇനീഷ്യലി, ചിലപ്പോൾ 30 മിനിറ്റ്സ് വരെയൊക്കെ കുടിച്ചാലാണ് അത് ഫുള്ളായിട്ട് കിട്ടുക. അപ്പോൾ 10 മിനിറ്റ് 2 സൈഡിൽ നിന്നും കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് 2 സൈഡിൽ നിന്നും 4 മിൽക്ക് മാത്രം കിട്ടും. അപ്പോൾ അവരുടെ ദാഹം മാത്രം മാറും, വിശപ്പ് മാറില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സമയത്ത് ഫീഡ് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഫീഡ് ചെയ്താൽ മതി. ഇനി പ്രോപ്പറായിട്ട് ഫീഡിങ് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ, ഒന്ന് കുഞ്ഞിന്റെ കവിള് പുറത്തേക്ക് ചാടിയായിരിക്കും നിൽക്കുന്നത്. വായക്കൂടെ ചിലപ്പോൾ കുറച്ച് പാല് പുറത്തേക്ക് ഒലിച്ചു വരുന്നേക്കാം. കുഞ്ഞ് അടുപ്പിച്ച് കുറച്ച് നേരം സക്ക് ചെയ്യും, അത് വിഴുങ്ങും, എന്നിട്ടൊന്ന് നിർത്തും, ബ്രീത്ത് ചെയ്യും, എന്നിട്ടാണ് വീണ്ടും സക്ക് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഈ സക്ക് സ്വോളോ പോസ്, വീണ്ടും സക്ക് സ്വോളോ പോസ്, ആ ഒരു പാറ്റേണിലായിരിക്കും പോവുക. അപ്പോൾ കുഞ്ഞ് ഫീഡിങ് നിർത്തുന്ന സമയത്ത് അയ്യോ കുഞ്ഞ് ഫീഡിങ് നിർത്തി ഉറങ്ങിപ്പോയി എന്ന് വിചാരിച്ചിട്ട് കുലുക്കി കഴിഞ്ഞാൽ വായിൽ പാല് നിറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ കുലുക്കുന്നത്. കുഞ്ഞിന് പെട്ടെന്ന് ദേഷ്യം വരികയും അവേർഷൻ വരികയും പിന്നെ കുടിക്കുന്നത് നിർത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഇടയിൽ പോസ് നോർമലാണ്. അത് നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചു വീണ്ടും സക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു പാറ്റേൺ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. പെയിൻ ഫ്രീ ഫീഡിംഗ് ആയിരിക്കും പ്രോപ്പർ ഫീഡിംഗ് ആണെങ്കിൽ. ബാക്ക് പെയിൻ ഉണ്ടാവില്ല, ഇരിപ്പ് കറക്റ്റ് ആണെങ്കിൽ, പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ, അറ്റാച്ച്മെന്റ് കറക്റ്റ് ആണെങ്കിൽ, നിപ്പിൾ ക്രാക്ക്, നിപ്പിളിന്റെ അവിടെ പെയിൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഇല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ലാക്ടേഷൻ കൺസൾട്ടന്റിനോട് കാര്യം പറയാം, നിങ്ങളത് കറക്റ്റ് ചെയ്യാൻ നോക്കാം. ഇനി എല്ലാവർക്കും ഉള്ള സംശയം, ഞാൻ കൊടുക്കുന്ന പാല് കുഞ്ഞിന് തികയുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയും? പീ കൗണ്ട്. കുഞ്ഞ് 24 മണിക്കൂറിൽ 6 തുടങ്ങി 8 പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാല് കിട്ടി എന്നാണ് അർത്ഥം. നമ്മൾ നാപ്പി എത്ര പ്രാവശ്യം ചേഞ്ച് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ 48 മണിക്കൂറിൽ 1 പ്രാവശ്യം യൂറിൻ പാസ് ചെയ്താൽ മതി. പിന്നെ ആദ്യത്തെ ഒരാഴ്ചയിൽ കുറച്ച് ദിവസങ്ങളിൽ യൂറിൻ ഔട്ട്പുട്ട് ഇത്രയൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് വീക്കെൻഡ് കഴിയുന്നതോടുകൂടി ഈ 6 to 8 ടൈംസ് 24 hours യൂറിൻ ഔട്ട്പുട്ട് കൂടും. അത്രയും കിട്ടുന്നുണ്ടെങ്കിൽ പാൽ ആവശ്യത്തിനുണ്ട്. 2 ഫീഡ്സിന്റെ അല്ലെങ്കിൽ 2-3 hours ഉറങ്ങുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാലുണ്ട്. അതിൽ ഈ 2-3 hours എന്നൊക്കെ പറയുന്നത് പകലായിരിക്കും കൂടുതലായിട്ട് കിട്ടുക, രാത്രി അത്രയും കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് കുഞ്ഞിന് വെയിറ്റ് റീഗെയിൻ ചെയ്യാണ്. 10 to 14 ഡേയ്സിൽ തിരിച്ച് ബർത്ത് വെയിറ്റിലേക്ക് എത്തി എന്നുണ്ടെങ്കിൽ പാൽ ആവശ്യത്തിന് കിട്ടിയെന്നാണ്. അതായത് എല്ലാ കുഞ്ഞുങ്ങളും ഒരു 10% വരെ ജനിക്കുമ്പോൾ ഉള്ള വെയിറ്റിനേക്കാളും 10% വരെ വെയിറ്റ് കുറയും. എന്നിട്ട് തിരിച്ച് വെയിറ്റ് ഗെയിൻ തുടങ്ങും. 10 to 14 ഡേയ്സ് ആകുമ്പോഴേക്കും തിരിച്ച് ബർത്ത് വെയിറ്റിലേക്ക് എത്തും. ആവശ്യത്തിന് പാല് കിട്ടിയാലേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ 2 ആഴ്ച കടന്നു കിട്ടാൻ ഏറ്റവും പാട്, അമ്മയും കുഞ്ഞും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആവണം. അപ്പോൾ ട്രാക്കിൽ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 വീക്സിൽ തിരിച്ച് ബർത്ത് വെയിറ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം വെച്ചിട്ട് സുഖമായിട്ട് വണ്ടി ഓടും. ഇനി ഫീഡ് കൊടുത്തു കഴിഞ്ഞു, കുഞ്ഞിന്റെ വയറ് നിറഞ്ഞു, എന്ത് ചെയ്യണം? കുഞ്ഞ് സാധാരണ പാല് കുടിക്കുമ്പോൾ വല്ലാതെ എയർ വലിച്ചു കയറ്റും. അപ്പോൾ നമ്മളത് പുറത്തേക്ക് കൊണ്ടുവരാൻ കുഞ്ഞിനെ സഹായിക്കണം. അപ്പോൾ തോളത്തിട്ട് തട്ടിക്കൊടുത്ത് ബേർപ്പിംഗ് ചെയ്യുക. ചിലപ്പോൾ വലിയൊരു ലൗഡ് ബേർപ്പ് ആയിട്ടായിരിക്കും കേൾക്കുക, ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്മോൾ ബേർപ്സ് ആയിട്ടായിരിക്കും കേൾക്കുക, ചിലപ്പോൾ സൗണ്ടേ കേൾക്കില്ല. പക്ഷേ കൊട്ടി കൊടുക്കുന്നത് പാല് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി സഹായിക്കും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കിടത്തുമ്പോൾ ഒരു ഫ്ലാറ്റ് ഫേം സർഫസിൽ വേണം കുഞ്ഞിനെ കിടത്താൻ. ഒരുപാട് കുഴിഞ്ഞു പോകുന്ന ഇതിൽ കിടത്തരുത്. എപ്പോഴും മലർത്തി വേണം കുഞ്ഞിനെ കിടത്താൻ. കുഞ്ഞിനെ കമിഴ്ത്തി കിടത്തുന്നത് കുഞ്ഞ് അലേർട്ട് ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ സൂപ്പർവൈസ് ചെയ്യാനുള്ളപ്പോഴും മാത്രമായിരിക്കണം. കുഞ്ഞ് ഉറങ്ങുമ്പോൾ എപ്പോഴും മലന്ന് കിടന്ന് വേണം ഉറങ്ങാൻ. അരയ്ക്ക് മുകളിലേക്ക് അല്പം പൊക്കി വെച്ച് കഴിഞ്ഞാൽ പാല് തികട്ടി വരുന്നത് കുറയ്ക്കാൻ പറ്റും. കുഞ്ഞ് കിടക്കുന്ന ബെഡിന്റെ അടിയിൽ തലയണങ്ങനെ വെച്ച് കൊടുത്താൽ അബവ് ദ വേസ്റ്റ് കുറച്ച് പൊങ്ങിയിരിക്കാൻ സഹായിക്കും, റീഗർജിറ്റേഷൻ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കും. എത്ര കാലം ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്ന് ചിലർ ചോദിക്കാറുണ്ട്. 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ്, 2 വയസ്സ് വരെ ബ്രസ്റ്റ് ഫീഡിംഗ് കണ്ടിന്യൂ ചെയ്യാം. കൈ ചപ്പുന്നത് അവരുടെ അവകാശമാണ് 2 വയസ്സ് വരെ. അത് നിർത്താൻ വേണ്ടി നിങ്ങൾ പെസിഫയേഴ്സും ബോട്ടിൽസ് ഒക്കെ തുടങ്ങാതിരിക്കുക, അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി എന്തുകൊണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് ഓപ്ഷൻ അമ്മയ്ക്കും കുഞ്ഞിനും ബ്രസ്റ്റ് മിൽക്കാണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് 2 പേർക്കും ഏറ്റവും നല്ലത്. ഹാപ്പി പാരന്റിംഗ്.